ഞാനൊരു കാര്യം പറയുന്നത്, ഇന്ദിരാഗാന്ധി പ്രതിപക്ഷത്തായിരിക്കുന്ന അവസരത്തിൽ അന്നത്തെ അടിയന്തരാവസ്ഥ കാലത്തുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഷാ കമ്മീഷനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഷാ കമ്മീഷൻ മുടിനാരിഴകേറി അടിയന്തരാവസ്ഥ കാലത്തെ നടപടിയെല്ലാം വിശകലനം ചെയ്തിട്ടും ഇന്ദിരാഗാന്ധിയോ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെയോ ശിക്ഷിക്കാനോ നിയമ നടപടിയെടുക്കാനോ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന് കളങ്കമുണ്ടാക്കിയ ഒരു സംഭവമാണ് പിരിച്ചുവിട്ട പാർലമെന്റിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഒരു ചോദ്യത്തിന് നൽകിയ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണ പാർലമെന്ററി നമ്മുടെ ശക്തരൻ കോളെല്ലാം വായിച്ചാൽ നമുക്കറിയാം, ഒരു പാർലമെന്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബ്രീച്ച് ഓഫ് പ്രിവിലേജ് എക്സോസ്റ്റഡ് ആയി തീർന്നു. ആ പാർലമെന്റിൽ നൽകിയ ചോദ്യം തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധിയെ ജയിലിലിട്ടവരാണ് ജനതാ ഗവൺമെന്റ്. അപ്പൊ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉച്ചൈസ്വരം പറയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ ചെയ്ത നടപടിയാണ് ഇന്ദിരാഗാന്ധിയെ പാർലമെന്റ് പ്രിവിലേജിന്റെ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലിട്ടത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സെക്യുലറിസം ബഹുമാന്യനായ റെജി ലൂക്കോസ് ചോദിച്ചതുപോലെ ഈ പ്രിയാമ്പിളിൽ എഴുതി വെച്ചതുകൊണ്ട് എന്താ അപകടം എന്നുള്ളത്? ഈ ഡെമോക്രസിയാണല്ലോ, നമ്മൾ പാർലമെന്ററി ഡെമോക്രസിയാണ്. ഭരണഘടനയിൽ മുഴുവനും ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഇലക്ഷനെ കുറിച്ചെല്ലാം വളരെ പ്രതിപാദിച്ചിരിക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിയാമ്പിളിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഭരണഘടനയുടെ കണ്ടൻസ് ഉൾക്കൊള്ളുന്നതായിരിക്കും നമ്മളെ പ്രിയാമ്പിൾ. ഈ ഭരണഘടന കാലോചിതമായി മാറ്റണം. അതുകൊണ്ടാണല്ലോ ആർട്ടിക്കിൾ 368 എഴുതി വെച്ചത് ഭരണഘടനാ നിർമ്മാതാക്കൾ. ബഹുമാനപ്പെട്ട ശ്രീജിത്ത് പണിക്കർ ഒരു കാര്യം പറഞ്ഞു, ഒന്നാം ഭരണഘടനാ ഭേദഗതി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ധിക്കരിച്ചു. ശരിയാണ്. റെസ്ട്രിക്ഷൻ ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എഴുതി ചേർത്തത് ഒന്നാം ഭേദഗതിയിലാണ്. എപ്പോഴാണെന്ന് അറിയുമോ? കുറ്റം ചെയ്യുവാനുള്ള ആഹ്വാനം, അത് നമ്മളെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായി ഒരു കോടതി വിധിയുണ്ടായി. ഒരാളെ കൊല്ലാം എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ വിധി ഉണ്ടായി. അന്നത്തെ ഭരണഘടന, ഭേദഗതി ചെയ്യാത്ത ഭരണഘടന. അപ്പോഴാണ് പറഞ്ഞത് ഇൻസൈറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ്. ആ പാർലമെന്റ് നിർമ്മാണ സമിതിയിൽ, ഭരണഘടന നിർമ്മാണ സമിതിയിലെ ചർച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആചാര്യ കൃപലാനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇൻസൈറ്റ്മെന്റ് ഓഫ് എ വയലന്റ് ഒഫൻസ് എന്ന് എഴുതി വെക്കണോ? അപ്പൊ രാജാജി ചോദിച്ചു, അന്ന് മദ്രാസിൽ പ്രൊഹിബിഷനാണ്, അപ്പൊ മദ്യം കൊണ്ടുപോകുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്, കൈവശം വെക്കുന്നത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ 2 കുപ്പി കീശയിൽ വെച്ച് പോവാലോ, അത് നോൺ വയലന്റ് ഒഫൻസ് അല്ലേ? അങ്ങനെയാണ് ഒന്നാം ഭരണഘടനാ ഭേദഗതിയിൽ ഇൻസൈറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ് വെദർ ഇറ്റ് ഈസ് വയലന്റ് ഓർ നോൺ വയലന്റ് എന്ന് എഴുതി വെച്ചത്. അതുകൊണ്ട് ഒന്നാം ഭരണഘടനാ ഭേദഗതി, രമേശ് താപ്പറിന്റെ കേസ് വന്നത് അതാണ്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്. ചിലപ്പോൾ BJP നേതാക്കന്മാർ പറയും, അന്നത്തെ നെഹ്റു മന്ത്രിസഭയിലെ അംഗമായിരുന്ന മുഖർജിയുടെ ചില പ്രസംഗങ്ങൾ തടയാൻ വേണ്ടിയാണ് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം വിരിച്ചുകൊണ്ട് ഒന്നാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കുന്നത്. ശരിയായിരിക്കാം. അന്ന് മുഖർജി പറഞ്ഞത് എന്താണ്? ശ്യാം പ്രസാദ് മുഖർജി പറഞ്ഞത്, ഇന്ത്യ ഈ പിറന്നു വീണ ഭാരതം പുതുതായി രൂപീകരിച്ച പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ബഹുമാന്യനായ മഹാനായ പട്ടേലാണ് പറഞ്ഞത്, അൺലെസ് ഈസ് ടങ്സ് ആർ റെസ്ട്രിക്റ്റഡ് there will be a disastrous effect. നമുക്ക് പറയാനുള്ള ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്തും വിളിച്ചു പറയാനുള്ള അവകാശമല്ല. there must be some restriction. അങ്ങനെയാണ് ആർട്ടിക്കിൾ 19 റെസ്ട്രിക്റ്റഡ് ക്ലോസിൽ ഈ ഇൻസൈറ്റ്മെന്റ് ഓഫ് എൻ ഒഫൻസ് കൂടി എഴുതി ചേർത്ത് നിയന്ത്രണം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്. കാരണം നെഹ്റു, ലിയാഖത്ത് അലി, കരാറിനെ മുഖർജി അതിനിശിതമായി വിമർശിച്ചു. ഇന്ത്യയുടെ ലോകരാഷ്ട്രങ്ങളിടയിൽ പിറന്നു വീണ ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചെടുക്കുന്ന സ്ഥിതി വന്നപ്പോൾ റെസ്ട്രിക്ഷൻ ക്ലോസിൽ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഫോറിൻ കൺട്രീസ് കൂടി എഴുതി ചേർത്തത് അങ്ങനെയായിരുന്നു. അല്ലാതെ അമേരിക്കയിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി കൂടുതൽ സ്വാതന്ത്ര്യം നൽകാനാണെങ്കിൽ
ഇന്ത്യയിലെ 1-ാം ഭരണഘടനാ ഭേദഗതി സ്വാതന്ത്ര്യം നിഷേധിക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. നമ്മൾ റിസർവേഷനും നമ്മള് ഈ ഭൂപരിഷ്കരണവും രക്ഷിക്കപ്പെട്ടത്, സേവ് ചെയ്തത് 1-ാം ഭരണഘടനാ ഭേദഗതി തന്നെയാണ്. അതിന്റെ അർത്ഥം ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള ആളുകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 1-ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രസംഗമാണ്. ലോയേഴ്സ് ആൻഡ് ജഡ്ജസ് ഹാഡ് പ്രൊലോങ്ഡ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നെഹ്റുവിന്റെ സുപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. അഭിഭാഷകന്മാരും കോടതികളും ഇതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി കളഞ്ഞു ഈ ഭരണഘടനാ പ്രൊവിഷൻസ്. അതുകൊണ്ട് 1-ാം ഭരണഘടനാ ഭേദഗതി വന്നത് നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വ്യവസ്ഥകൾ തുടക്കത്തിൽ തന്നെ ചില പോരായ്മകൾ ഉണ്ടായി എന്ന് അനുഭവത്തിൽ മനസ്സിലായി. പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ ഇത് വ്യാഖ്യാനിച്ചു സാങ്കേതികമായി. ഒരു ജുഡീഷ്യൽ റിവ്യൂ സാങ്കേതികമായി നടത്തി. ലാൻഡ് റിഫോംസ് എല്ലാം പോയി. അങ്ങനെയാണല്ലോ ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് പോലും ഇട നൽകാതെ ഒരു ഇമ്മ്യൂണിറ്റി, ഒരു ജുഡീഷ്യൽ ഇമ്മ്യൂണിറ്റി ആ വകുപ്പിനെ 31B കുറിച്ച് എന്താ പറയുന്നത്? ഭരണഘടനയെ രക്ഷിക്കാൻ ഭരണഘടനയിൽ തന്നെ എഴുതി വെച്ച വകുപ്പാണ് ആർട്ടിക്കിൾ 31B. 9-ാം പട്ടികയിൽ എഴുതി ചേർത്താൽ പിന്നെ കോടതിയിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല.